ഓപ്പറേഷൻ സായി ഹണ്ടിന്റെ ഭാഗമായി സൈബർ തട്ടിപ്പുകാരെ പിടിക്കാൻ സംസ്ഥാന വ്യാപകമായ റെയ്ഡ് നടക്കുകയാണ്. എറണാകുളം റൂറലിൽ 18ഓളം പേർ പിടിയിലായിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരായ സൈബർ തട്ടിപ്പുകാർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു കൊടുത്തവരാണ് പിടിയിലായത്. തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ പരിശോധന തുടരുന്നു. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കേരളത്തിലെ തട്ടിപ്പുകളിൽ അതിൻ്റെ നടത്തിപ്പുകാർ ഉത്തരേന്ത്യയിൽ ആണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്ന സൈബർ തട്ടിപ്പിലെ കുറ്റവാളികൾ മുഴുവൻ മലയാളികളാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഒപ്പം ഇതൊരു വലിയ റാക്കറ്റാണ്. പല സംസ്ഥാനങ്ങളിലുള്ളവർ അവർക്ക് അക്കൗണ്ട് എടുത്തു കൊടുക്കാനുള്ള ആളുകൾ അവർക്ക് നിശ്ചിത തുക ഇതിൻ്റെ പണമായി പാരിതോഷികമായി കിട്ടുന്നു. ഇതിപ്പോൾ എവിടേക്കാണ് പരിശോധന? ഏതൊക്കെ നിലയിൽ, അതായത് ഏതൊക്കെ സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്? ദിവിഷെ, സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പരിശോധന നടക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ പരിശോധനകളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിട്ടോടുകൂടി ഇതിന്റെ ഒരു കൃത്യമായ കണക്കുകൾ പുറത്തേക്ക് വരും. മധ്യ കേരളത്തിൽ തന്നെ ഏതാണ്ട് 40-ലധികം പേരെ ഇതിനോടകം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ എല്ലാവരുടെയും റോൾ എന്ന് പറയുന്നത് ഈ സൈബർ തട്ടിപ്പുകാർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു കൊടുത്തിട്ടുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ ഓരോരുത്തരെയും വിശദമായി ചോദ്യം ചെയ്യുകയും ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് അറസ്റ്റ് വേണമെങ്കിൽ ആ നടപടിയിലേക്ക് പോലീസ് പോകാൻ പോകുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സൈബർ തട്ടിപ്പുകൾക്കെല്ലാം തന്നെ ഉള്ള ഒരു പൊതു രീതി എന്ന് പറയുന്നത്, നമ്മുടെ പണം തട്ടിയെടുത്തു കഴിഞ്ഞാൽ അതൊരു അക്കൗണ്ടിലേക്കായിരിക്കും ആദ്യം പോകുന്നത്. അവിടെ നിന്ന് 10-15 അക്കൗണ്ടുകളിലേക്ക് പിന്നീട് ആ പണം പലർക്കായി കൈമാറിപ്പോകും. അത് കഴിയുമ്പോൾ പിന്നെ നിമിഷ നേരം കൊണ്ട് കൂടുതൽ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും പോകും. ഇത്തരത്തിൽ പണം മാറ്റുന്നതിന് ഇവർക്ക് നിരവധി അക്കൗണ്ടുകൾ ആവശ്യമുണ്ട്. ആ അക്കൗണ്ടുകൾ എടുത്തു നൽകിയവർ, അതിന് സഹായം ചെയ്തു കൊടുത്തവർ, ഇവരെയൊക്കെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.